അഭ്യൂഹങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് കേരളത്തിൽ ബി.ജെ.പി. അവരുടെ സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നു. ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശശി തരൂരുമായി ഇഞ്ചോടിഞ്ച് മത്സരം കാഴ്ചവെച്ച നേതാവാണ്. വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കാനും ഒരു വേള ശശി തരൂരിനെ തന്നെ തോൽവിയുടെ വക്കോളം എത്തിക്കുവാനും കഴിഞ്ഞ ഒരു മത്സരം കാഴ്ചവെച്ചു. ഗ്രൂപ്പുകൾക്ക് അതീതനാണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. കർണാടക രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു, കേന്ദ്ര സഹമന്ത്രിയായിരുന്നു, അമിത്ഷാ നരേന്ദ്രമോദി കൂട്ടുകെട്ടിൻ്റെ ആ ഒരു സംഘത്തിൻ്റെ ഭാഗം കൂടിയാണ്. ഇതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖറിലേക്ക് പാർട്ടിയും സംഘവുമൊക്കെ എത്താനുള്ള പ്രധാനപ്പെട്ട കാരണം. സംഘടനാ പ്രവർത്തനം, കേരളത്തിലെ സംഘടനാ പ്രവർത്തനത്തിൽ രാജീവ് ചന്ദ്രശേഖർ എത്രമാത്രം മുന്നോട്ട് പോകും എന്നുള്ളതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് വലിയ രണ്ട് തെരഞ്ഞെടുപ്പുകളാണ്. ഒന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ്, മറ്റേ അതിനു മുമ്പ് നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.